ചരിത്ര പ്രസിദ്ധമായ പയ്യാമ്പലം ബീച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ വരുന്ന ഏതൊരു മലയാളിയും, ഏതൊരു ഇന്ത്യക്കാരനും, ഏതൊരു രാജ്യത്തു നിന്ന് വരുന്ന ആളും പയ്യാമ്പലം ബീച്ച് സന്ദർശിക്കാതെ പോകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ ചരിത്രത്തോട് തന്നെ കാട്ടുന്ന ഒരു അനീതിയായിരിക്കാം. അത്രയും ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച്. ഇത് മലയാളികളെന്നും കേരളീയരെന്നും മലയാളം ഉള്ളിടത്തോളം കാലം മറക്കപ്പെടാൻ പറ്റാത്ത ഒരു എന്താ പറയുക, മലയാളികളുടെ ഒരു ബുദ്ധിജീവി എന്ന് പറയാവുന്ന ശ്രീ ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാഷ്ട്രീയത്തിനും സാംസ്കാരികതയ്ക്കും സാഹിത്യത്തിനും ഉപരി മനുഷ്യപക്ഷത്ത് മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ഒരു സാഹിത്യകാരൻ. അതാണ് സുകുമാർ അഴീക്കോടിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സാറിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കി. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നിലായി ഒരുപക്ഷെ കേരള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു 25 വയസ്സിന് മുകളിലുള്ള ഏതൊരു മലയാളിയും മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് സഖാവ് എം വി രാഘവൻ. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപമാണ് ഈ നമ്മൾ മുന്നിൽ കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒത്തിരി സംഭാവനകൾ നൽകിയ, മലയാളികൾക്കൊരിക്കലും മറക്കപ്പെടാൻ പറ്റാത്ത ഒത്തിരി വ്യക്തിത്വങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലം ബീച്ചാണ്. ഇനി നമ്മൾ പറയുമ്പോൾ കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം പറയുന്ന 5 പേരുകളിൽ ഒന്നാണ് സഖാവ് ഇ കെ നായനാർ. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിനുപരി, സാംസ്കാരികത്തിനുപരി മലയാളികളും ഇടതുപക്ഷ പ്രസ്ഥാനവും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എന്നും തങ്ക ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട വാക്കുകൾ ഇ കെ നായനാർ, സഖാവ് ഇ കെ നായനാർ. അദ്ദേഹത്തിനെ എന്നും സഖാവെന്ന് മാത്രം വിളിച്ച് കേട്ടിട്ടുള്ള ഒരു സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ എത്രയോ മീറ്റിങ്ങുകൾ, എത്രയോ പ്രസംഗങ്ങൾ കേൾക്കാൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉറക്കമഴിഞ്ഞും വണ്ടിയെടുത്തു നോക്കി കഴിഞ്ഞ 50 വർഷക്കാലം പോയിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് അഭിമാനമായി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അതികായകനെന്ന, പാർട്ടി സെക്രട്ടറിമാരിൽ അതികായകനെന്നും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുമൊക്കെ കേരളത്തെ ഒപ്പം നിർത്തിയ, കൂടെ നിർത്തിയ, എതിരാളികളില്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തെയും ഈ പയ്യാമ്പലം ബീച്ചിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി കാണുന്നു എന്നുള്ളതാണ്, ഓർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ സഖാവ് ചടയൻ ഗോവിന്ദൻ, ഒ ഭരതൻ, സഖാവ് ടി കെ ബാലൻ, എൻ രാമകൃഷ്ണൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തകാലം മന്ത്രിയായും പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന അദ്ദേഹം, കണ്ണൂരിലെ DCC പ്രസിഡൻ്റായിരുന്ന കെ സുരേന്ദ്രൻ, എല്ലാം ഇതൊരു അനുഭവമാണ് ഇവിടെയൊക്കെ നമ്മൾ എത്തപ്പെടുന്നത്. മലബാറിൻ്റെ ഒത്തിരി മലബാർ പ്രദേശത്തെ രാഷ്ട്രീയ, സാമൂഹിക,
സാംസ്കാരിക മേഖലകളിൽ പ്രഗത്ഭര അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശത്തേക്ക് ഒന്ന് എത്തപ്പെടാൻ പറ്റിയത് ഒരു ഭാഗ്യമായി തന്നെ നമുക്കെല്ലാം. നിങ്ങൾ കണ്ണൂർ എന്നങ്ങനെ സന്ദർശിക്കുമ്പോൾ വിയ്യാമ്പലം ബീച്ച് കാണണം, ഇവിടുത്തെ ഈ സ്മാരകങ്ങൾ കാണണം എന്നൊരു അഭ്യർത്ഥന മാത്രം. നന്ദി, നമസ്കാരം.